ഹലോ എവ്രി വൺ. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിസിൻ, ഫിറ്റ്നസ്, ലോഞ്ചിവിറ്റി, റിക്കവറി അല്ലെങ്കിൽ റീജനറേറ്റീവ് മെഡിസിനിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ആണ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 100 കണക്കിന് പെപ്റ്റൈഡ്സ് ആണ്. ഓരോ ആൾക്കാർ ഓരോ പെപ്റ്റൈഡ്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പലർക്കും പല കോമ്പിനേഷൻസ് ഉണ്ട്, പലർക്കും പല പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷേ ഓരോ പെപ്റ്റൈഡിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് ആംപ്ലിഫയേഴ്സ് മാത്രമാണ്, അല്ലെ? ഇപ്പൊ നമുക്ക് സൗണ്ട് ഉണ്ടെങ്കിലാണ് സൗണ്ട് ആംപ്ലിഫയർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നല്ലൊരു ഫൗണ്ടേഷൻ ഉള്ള ഒരു ബോഡിയിലാണ് ഈ പെപ്റ്റൈഡ്സ് നമ്മുടെ ബോഡീനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ ഫൗണ്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പെപ്റ്റൈഡ്സ് അതിന് പകരമാവില്ല. നിങ്ങളുടെ സ്ലീപ്പ് മോശമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ന്യൂട്രീഷൻ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ, സ്ട്രെസ് ഭയങ്കര കൂടുതലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ഏത് പെപ്റ്റൈഡ് നിങ്ങൾ യൂസ് ചെയ്താലും അതൊരു മാജിക് പോലെ എല്ലാം ശരിയാക്കണമെന്നൊന്നുമില്ല. സോ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എത്ര നല്ലതാണോ, പെപ്റ്റൈഡ്സ് അത്രയും നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഇനി നമുക്ക് ഏതൊക്കെ പെപ്റ്റൈഡ്സ് ആണ് ഓരോ ഫംഗ്ഷനിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഐ ടോൾഡ് യു ഹൺഡ്രഡ്സ് ഓഫ് പെപ്റ്റൈഡ്സ് ഉണ്ട്. അതിലൊരു 10 പെപ്റ്റൈഡ്സ് നമുക്ക് എടുക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് DSIP, ഡെൽറ്റ സ്ലീപ്പ് ഇൻഡ്യൂസിങ് പെപ്റ്റൈഡ്. നമ്മൾ ആദ്യത്തെ പെപ്റ്റൈഡ് DSIP എടുക്കുമ്പോൾ തന്നെ ആൾക്കാർ ഇപ്പോൾ ചിലപ്പോൾ വണ്ടർ അടിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഉറക്കത്തിനെ പറ്റിയിട്ടുള്ള പെപ്റ്റൈഡ് എടുക്കുന്നത്? കാരണം ഫാറ്റ് ലോസിനെ പറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ മെറ്റബോളിസിനെ പറ്റിയിട്ടുണ്ട്, മസിൽ ഗ്രോത്ത് ഉണ്ട്, എല്ലാം ഉണ്ടായിട്ടും സ്ലീപ്പിനെ പറ്റിയാണ് എടുക്കുന്നത്, അല്ലെ? സോ ഇതൊരു ഡെൽറ്റ സ്ലീപ്പ് ഇൻഡ്യൂസിങ് പെപ്റ്റൈഡ് ആണ്. നമ്മൾ പലപ്പോഴും ബേസിക്കലി ആ സ്ലീപ്പിന്റെ ഇമ്പോർട്ടൻസ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോഡിയിൽ ആ ഒരു റിക്കവറി, ഹോർമോൺ പ്രൊഡക്ഷൻ, മെറ്റബോളിസം, ഫാറ്റ് ലോസ്, ബ്രെയിൻ ഫംഗ്ഷൻ, ടിഷ്യൂ റിപ്പയർ, ഇതെല്ലാം നടക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ഉറങ്ങുന്ന സമയത്താണ്. സോ DSIP ഇമ്പോർട്ടന്റ് ആയിട്ടും നമുക്ക് ആ ഒരു ഡീപ് സ്ലോ വേവ് സ്ലീപ്പ് സപ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് ആണ്. സോ ഇതൊരു സ്ലീപ്പിംഗ് പില്ല് പോലെയോ അല്ലെങ്കിൽ ഒരു സെഡേറ്റീവ് പോലെയോ ഒന്നും അല്ല വർക്ക് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ആ ഒരു നാച്ചുറൽ സ്ലീപ്പ് സൈക്കിൾ കൂടുതൽ ഹെൽത്തി ആക്കാൻ ഹെൽപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. പലരും ഇൻഫാക്ട് ഉറങ്ങുന്ന സമയം കൂടിയിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും രാവിലെ അവർ DSIP ഉപയോഗിച്ചതിന് ശേഷം എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു ഡീപ് റീസ്റ്റോറേറ്റീവ് സ്ലീപ്പ് കിട്ടിയ ഒരു ഫീൽ ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. സോ നമ്മൾ സ്ട്രെസ് കൂടുതലുള്ള സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഏതെങ്കിലും ഒരു ഇൽനെസ് ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്, ഞാനിപ്പോ എന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ആ ഒരു സർജറി, കീമോ എല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ആ ഒരു ഉറക്കത്തിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനത് സ്റ്റാർട്ട് ചെയ്തത് യൂസ് ചെയ്യാനായിട്ട്. സോ നിങ്ങൾ എപ്പോഴാണോ ഉറക്കത്തിന്റെ ആ ഒരു ക്വാളിറ്റി മോശമായെന്ന് തോന്നുന്നത്, ആ സമയത്ത് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. ഇതൊരു ഷോർട്ട് ടേം സപ്പോർട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ലോങ് ടേം ലൈഫ് ടേമിലൊന്നും യൂസ് ചെയ്യുന്നതല്ല. വൺസ് നിങ്ങൾ സ്ലീപ്പ് അത് റീസ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ചില പെപ്റ്റൈഡ്സ് ഉണ്ട്, ലൈക്ക് GHK-CU അല്ലെങ്കിൽ റെറ്റ, അങ്ങനെയൊക്കെ നമുക്കത് വേണമെങ്കിൽ ലൈഫ് ടൈം ഉപയോഗിക്കാം, BPC-157 എല്ലാം. പക്ഷെ ഇതൊന്നും അങ്ങനെയല്ല. ഇതെല്ലാം ഒരു ഷോർട്ട് ടേം സപ്പോർട്ട്, അത്രേ ഉള്ളൂ. അടുത്തത്, നമുക്ക് നല്ല ഉറക്കം കിട്ടി. ഇനി അടുത്ത ലക്ഷ്യം എന്താണ്? നമ്മുടെ സെൽസിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. സോ ഇവിടെ 2 കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഒന്ന് SS31, രണ്ട് MODS. രണ്ടിന്റെയും ഡിഫറൻസ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. നമ്മളുടെ ഓരോ സെല്ലിലും മൈറ്റോകോൺട്രിയ ഉണ്ട്. അതായത് മൈറ്റോകോൺട്രിയ ആണ് എനർജി ഫാക്ടറീസ്, പവർ ഹൗസ് ഓഫ് എനർജി, അല്ലെ? അതാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്ട്രെസ് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഏജ് ആവുമ്പോൾ, നമ്മൾക്ക് എന്തെങ്കിലും ഇൽനെസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഫിസിക്കൽ വർക്ക് ലോഡ് ഒക്കെ കൂടുതൽ വരുമ്പോൾ, ഇതെല്ലാം നമ്മുടെ മൈറ്റോകോൺട്രിയനെ പയ്യെ പയ്യെ ഡാമേജ് ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എനർജി പ്രൊഡക്ഷൻ കുറയും, അതുപോലെ സെല്ലുലാർ ഫംഗ്ഷൻ മോശമാവും. അപ്പൊ നമ്മളുടെ സെല്ലിന്റെ ഡിസ്ഫങ്ഷണൽ സിറ്റുവേഷൻ വരും. അവിടെയാണ് SS31 നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതൊരു മൈറ്റോകോൺട്രിയൽ പെപ്റ്റൈഡ് ആണ്. മൈറ്റോകോൺട്രിയയുടെ ഇന്നർ മെംബ്രെയിനെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് പ്രവർത്തിക്കാൻ SS31 ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഹെൽത്തി മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് കൂടുതൽ എനർജി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും, ബെറ്റർ റിക്കവറി നമുക്ക് തരും, ബെറ്റർ മെറ്റബോളിസം കിട്ടും, സ്ട്രോങ്ങർ ഇമ്മ്യൂണിറ്റി കിട്ടും. സോ ഓവറോൾ ഒരു സെല്ലുലാർ ഹെൽത്ത് അല്ലെങ്കിൽ ഇമ്മ്യൂൺ ഹെൽത്ത് നമ്മൾ മെച്ചപ്പെടുത്തും. അതായത് ഇവിടെ SS31 ചെയ്യുന്നത് ഡാമേജ് ആയിട്ടുള്ള ഒരു എഞ്ചിനെ നമ്മളത് റിക്കവർ ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കുകയാണ്. സോ അതിനുശേഷം നമുക്ക് അത് ഒപ്റ്റിമൈസ് ചെയ്യാം, അല്ലെ? സോ SS31 നമ്മൾ ഉപയോഗിക്കുന്നത് ഡാമേജ് ആയിട്ടുള്ള സെല്ലിന് നമ്മൾ റിപ്പയർ ചെയ്യുന്നു. നമുക്കൊരു എഞ്ചിൻ ഉണ്ട്, വണ്ടിയുടെ എഞ്ചിൻ ഉണ്ട്. ആ എഞ്ചിന് നമ്മൾ ആദ്യം റിപ്പയർ ചെയ്യണം, ഡാമേജ് ആയി പോയി. അതിനുശേഷം നമുക്ക് ആ എഞ്ചിന്റെ പെർഫോമൻസ് കൂട്ടാൻ പറ്റും. സോ അങ്ങനെ പെർഫോമൻസ് കൂട്ടുന്ന പെപ്റ്റൈഡ് ആണ് MODS. സോ MODSയും SS31 തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ എഞ്ചിൻ അല്ലെങ്കിൽ സെല്ല് ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് MODS യൂസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം MODS യൂസ് ചെയ്യുന്നത് അതിന്റെ ഫംഗ്ഷനെ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ പെർഫോമൻസ് കൂട്ടുക എന്നുള്ളതാണ്. പെർഫോമൻസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി വർക്കിംഗ് ആയിരിക്കണം. സോ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ SS31 യൂസ് ചെയ്ത് അത് ഫംഗ്ഷണൽ ആക്കി റിപ്പയർ ചെയ്തതിന് ശേഷം നമ്മൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ MODS യൂസ് ചെയ്യുന്നത്. സോ എഞ്ചിൻ റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടുത്തത് എന്താണ്? പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാണ്. അവിടെയാണ് നമ്മൾ അടുത്ത പെപ്റ്റൈഡ് MODS യൂസ് ചെയ്യുന്നത്. MODSനെ എല്ലാവരും ഒരു എക്സസൈസ് മെമറ്റിക് എന്നാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന ചില മെറ്റബോളിക് പാത്വേ ഉണ്ട്, അത് MODS യൂസ് ചെയ്യുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. സോ ഹെൽത്തി മൈറ്റോകോൺട്രിയ
കൂടുതലായിട്ട് ഉണ്ടാക്കാനും അതുപോലെ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യാനും മോട്സ് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ അഗെയിൻ ഒരു കാര്യം മനസ്സിലാക്കണം, എക്സസൈസ് മെമറ്റിക് എന്ന് പറയുമ്പോഴും മോട്സ് എക്സസൈസിന്റെ പകരമല്ല. എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരിൽ അതിന്റെ ബെനിഫിറ്റ്സ് കൂടുതൽ ആംപ്ലിഫൈ ചെയ്യാണ് മോട്സ് ചെയ്യുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ SS31 മോട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒരു എഞ്ചിൻ ഡാമേജ് ആയി, ആ ഡാമേജ് ആയ എഞ്ചിനെ റിപ്പയർ ചെയ്യാൻ SS31, റിപ്പയർ ചെയ്ത എഞ്ചിന് അതിന്റെ പെർഫോമൻസ് വർദ്ധിക്കാൻ മോട്സി. സോ നമ്മുടെ സെല്ല് ഡിസ്ഫങ്ഷണൽ ആയി പല കാരണങ്ങൾ കൊണ്ട്, ഇൽനെസ് കൊണ്ടോ എന്തെങ്കിലും, ഇപ്പൊ കീമോ എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നു. സോ ഞാൻ ഏത് ഫസ്റ്റ് യൂസ് ചെയ്യണം? SS31 യൂസ് ചെയ്ത് എന്റെ ഡിസ്ഫങ്ഷണൽ ആയിട്ടുള്ള സെല്ലിനെ റിപ്പയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മോട്സി. സോ SS31 ഒരു ഷോർട്ട് ടേം യൂസ് ആണ്, ആ റിപ്പയറിംഗ് ഫംഗ്ഷൻ ആണ് അല്ലെ. എപ്പോഴും എഞ്ചിൻ റിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. വൺസ് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഓയിൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. സോ മോട്സി ഒരു കൈൻഡ് ഓഫ് ലൈഫ് ലോങ് പെപ്റ്റൈഡ് ആണ്. സോ ലൈഫ് ലോങ് ഐ ക്യാൻ യൂസ് മോട്സി. മോട്സി ആണ് എനിക്ക് ആ ഒരു എനർജി തരുന്നത്. ഓക്കെ, ഇനി അടുത്തത് BPC-157. സോ സെല്ലുലാർ റിപ്പയർ കഴിഞ്ഞു, ഇനി നമുക്ക് ടിഷ്യൂ റിപ്പയറിലേക്ക് പോകാം. ഏറ്റവും ഡിഫറെന്റ് ആയിട്ടുള്ള പെപ്റ്റൈഡിൽ ഒന്നാണ്, ഇൻഫാക്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ആണ് BPC-157. പെപ്റ്റൈഡിന്റെ രാജ്യത്തിൽ ഒരു കിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് BPC-157, അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആണ് BPC-157. ഇതിന്റെ ഫുൾ ഫോം ബോഡി പ്രൊട്ടക്ഷൻ കോമ്പൗണ്ട് എന്നുള്ളതാണ്. നമ്മുടെ ബോഡിയിലെ ഹീലിംഗ് മെക്കാനിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ ഇതിന് പറ്റുന്നുണ്ട്. ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂസിലേക്ക് ബ്ലഡ് സപ്ലൈ ഇംപ്രൂവ് ചെയ്യാനും അവിടെ പുതിയ ടിഷ്യൂ ഉണ്ടാക്കാനും അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ഇവിടെ ഷോൾഡറിൽ ഒരു ഇഞ്ചുറി ഉണ്ടായിരുന്നു. വോളിബോൾ പണ്ട് കളിച്ചതാണ്, സ്മാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് ഇഞ്ചുറി ആയി, ലിഗ്മെന്റ് ടിയർ ആയി. ആർത്രോസ്കോപ്പിക് സർജറി ചെയ്യണം, സ്പോർട്സ് സർജറി, അതാണ് സ്പോർട്സ് സർജൻസ് എന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റെഡ് ഞാൻ റീസെന്റ് ഇത് ഉപയോഗിച്ചു. ഇതിന് ശേഷം എന്റെ ഇഞ്ചുറി ഹീലായി. ഇപ്പൊ എനിക്ക് സൂപ്പറായിട്ട് വോളിബോളും കളിക്കാം, ക്രിക്കറ്റ് ത്രോ ചെയ്യാം, എല്ലാം ചെയ്യാം. എനിക്ക് ഒരു ഒട്ടും പറ്റില്ലായിരുന്നു. സോ അതുകൊണ്ട് തന്നെയാണ് ടെൻഡൻ ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട്, ലിഗ്മെന്റ് ഇഞ്ചുറിക്ക് വേണ്ടിയിട്ട്, മസിൽ റിക്കവറിക്ക് വേണ്ടിയിട്ട്, ജോയിന്റ് പ്രോബ്ലംസിന് വേണ്ടിയിട്ട്, ഈവൻ ഗട്ട് റിലേറ്റഡ് പ്രോബ്ലംസിന് വേണ്ടിയിട്ട് BPC-157 യൂസ് ചെയ്യുന്നത്. BPCയുടെ കൂടെ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ട് ആണ് TB500. സോ BPC-TB കോമ്പിനേഷൻ വോൾവറിൻ സ്റ്റാക്ക് എന്നാണ് പറയുന്നത്. BPC-157 കുറച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള ഹീലിംഗ് ആണ്. ഇവിടെ ഇഞ്ചുറി വന്നപ്പോൾ ഇവിടെ അത് നമ്മുടെ ബോഡിനോട് പറയും, ഇവിടെ ഇഞ്ചുറി ഉണ്ട്, അവിടേക്ക് ബ്ലഡ് കൂടുതൽ സർക്കുലേറ്റ്, അവിടെ റിപ്പയറിംഗ് വേണം എന്ന് പറയണം. പക്ഷെ TB500 എൻറ്റയർ ബോഡിയിൽ റിപ്പയർ സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുന്നു. സോ അപ്പോൾ റിപ്പയർ സെൽസ് ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനും അതുപോലെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും നമ്മുടെ TB500 നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും ഉപയോഗിക്കുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഒരു ഡെഡ്ലി കോമ്പിനേഷൻ ആണ്. ഏത് സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിന്റെ വൂൾവറിൻ സ്റ്റാക്ക് എന്ന് പറയുന്നത്. രണ്ടും പരസ്പരം ആക്ച്വലി മ്യൂച്വലി ബെനിഫിഷ്യൽ ആണ്, കോംപ്ലിമെന്റിങ് ഈച്ച് അതർ ആണ്. അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്ത് ടിഷ്യൂ ഹീലിംഗിനെ രണ്ട് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് അഗെയിൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗട്ട് ഹെൽത്ത് ആണ്. പല കാര്യങ്ങളും, പല അസുഖങ്ങൾക്കും പല ഇൻഫ്ലമേഷൻസിനും എല്ലാം കാരണം ഗട്ട് ഹെൽത്തി അല്ല എന്നുള്ളതാണ്. ഇവിടെയാണ് KPV എനിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് പല ക്രോണിക് ഡിസീസിന്റെ പുറകിലുള്ളതാണ് ക്രോണിക് ഗട്ട് ഇൻഫ്ലമേഷൻ അല്ലെ. സോ നമുക്ക് KPVനെ പറ്റി ഡിസ്കസ് ചെയ്യാം. മിക്ക പെപ്റ്റൈഡും ഇഞ്ചക്ഷൻ ആണ്, പക്ഷെ KPVയും ഇഞ്ചക്ഷൻ ആണ് ബെറ്റർ, ബട്ട് ഓറലുമായിട്ട് എടുക്കാം. കാരണം എന്താണ്, ഇതിന്റെ മെയിൻ ടാർഗറ്റ് ഗട്ട് തന്നെയാണ്. സോ അത് ഇൻഡസ്ട്രിനൽ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഗട്ട് ബാരിയർ സ്ട്രെങ്തൻ ചെയ്യാനും സഹായിക്കും. ഇപ്പോൾ എന്റെ ക്യാൻസർ ട്രീറ്റ്മെന്റിന് ശേഷം എനിക്ക് ഇൻഫ്ലമേഷൻസ് ഉണ്ടായിരുന്നു ബോഡിയിൽ. സോ എനിക്കത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത പെപ്റ്റൈഡ് DCIPും ആൻഡ് KPVയും ആയിരുന്നു. ഇൻഫ്ലമേഷനും കുറയ്ക്കണം, എനിക്ക് ഉറങ്ങുകയും വേണം. ഈ രണ്ട് കാര്യങ്ങളായിരുന്നു എനിക്ക് ആദ്യം വേണ്ടത്. പിന്നെയാണ് ഓരോന്നിലേക്ക് TB500, BPC അല്ലെങ്കിൽ GHK-CU അങ്ങനെ ഓരോന്നിലേക്ക് പോയത്. പല രീതിയിലേക്ക് എക്സ്പാൻഡ് ചെയ്തു. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത രണ്ടെണ്ണമാണ് KPV ആൻഡ് DCIP. ഉറങ്ങണോ എനിക്ക് നന്നായിട്ട്, രണ്ടിന്റെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ പോകണം, ഗട്ട് ഹെൽത്തിന് ഇംപ്രൂവ് ചെയ്യണമായിരുന്നു. സോ ഗട്ട് ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. അതുപോലെ ലീക്കി ഗട്ട് എന്ന് പലരും പറയുന്ന ആ ഒരു സിറ്റുവേഷൻ അത് മെച്ചപ്പെടുത്താനായിട്ട് ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഗട്ട് സ്ട്രോങ് ആയിരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിലെ മറ്റു പല സിസ്റ്റം അതിന്റെ ബെനിഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. ഇനി അടുത്തത് GHK-CU. സോ അത് നമ്മുടെ ആന്റി ഏജിങ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പെപ്റ്റൈഡ് ആണ്. ആന്റി ഏജിങ് വേൾഡിൽ ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള, ഏറ്റവും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു പെപ്റ്റൈഡ് ആണ് GHK-CU. എല്ലാവരും സ്കിൻ പെപ്റ്റൈഡ്, ഹെയർ പെപ്റ്റൈഡ്, നെയിൽ പെപ്റ്റൈഡ് എന്നാണ് പറയുന്നെങ്കിലും ഇതിന്റെ ബെനിഫിറ്റ്സ് ഒരുപാടാണ്. ഇൻഫ്ലമേഷൻസ് കൺട്രോൾ ചെയ്യാനുണ്ട്, മെറ്റബോളിസം എല്ലാ രീതിയിലും GHK-CU നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോപ്പർ പെപ്റ്റൈഡ് എന്നാണ് പറയുന്നത്, നമ്മുടെ സ്കിന്നിനെ ഇംപ്രൂവ് ചെയ്യുന്നത്, അതുപോലെ ഹെയറിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, നെയിൽസിനെ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ എല്ലാം ആരോഗ്യം ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിനെ ഫോം ആക്കുന്നുണ്ട്, ടൈറ്റ് ആക്കുന്നുണ്ട്, ഇലാസ്റ്റിൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഹെൽത്തി കണക്റ്റീവ് ടിഷ്യൂസ് ഫോം ചെയ്യുന്നുണ്ട്, സ്ട്രോങ്ങർ ഹെയർ ഉണ്ടാക്കുന്നുണ്ട്, ഹെയർ ഫോളിക്കിൾസ് സ്ട്രോങ് ആക്കുന്നുണ്ട്. സോ ഇതെല്ലാം കൊളാജൻ പ്രൊഡക്ഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ
അഗെയിൻ ഒരു കാര്യം ഓർക്കേണ്ടത്, ഒരു ഓവർനൈറ്റ് റിസൾട്ട് അല്ല തരുന്നത്, കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം, മാസങ്ങൾ എടുക്കും. പിന്നെ വെയിറ്റ് ലോസ് നമ്മൾ GLP ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഈ സാഗി സ്കിന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. ഓഫ് കോഴ്സ് വലിയൊരു ഫാറ്റി ബോഡി ആണെന്നുണ്ടെങ്കിൽ അത്രയും ലൂസ് സ്കിന്നിനെ സപ്പോർട്ട് ചെയ്യില്ല, മിറാക്കിൾ സൊല്യൂഷൻ അല്ല, ബട്ട് സ്റ്റിൽ ടു ആൻ എക്സ്റ്റെന്റ് GHKCU അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ്. ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡും തമ്മിലുള്ള ഡിഫറൻസ് ആദ്യം മനസ്സിലാക്കണം. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഹോർമോൺ നമ്മൾ ഡയറക്ട്ലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബോഡിയിലേക്ക് ഗ്രോത്ത് ഹോർമോൺ ഡയറക്ട്ലി കൊടുക്കുകയാണ്. അപ്പൊ നമ്മുടെ നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻ അവിടെ സ്റ്റക്ക് ആവും, അല്ലെ? അതുപോലെ ഈ ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ഇൻഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയോട് നമ്മൾ പറയാണ് നിങ്ങൾ ഒറിജിനൽ നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കാൻ പറയാണ്. സോ അവിടെ നമ്മുടെ ബോഡിയുടെ ഓൺ നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടാക്കും. സോ റിപ്പയർ കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് വേണ്ടത് എന്താണ്? ഒപ്റ്റിമൈസേഷൻ ആണ്. സോ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രണ്ടെണ്ണമാണ് CJC1295, ഇപ്പാമൊറാലിൻ. രണ്ടും ഗ്രോത്ത് ഹോർമോൺ പെപ്റ്റൈഡ്സ് ആണ്. രണ്ടും ചേർന്നിട്ട് നമ്മുടെ ബോഡിയുടെ നാച്ചുറൽ ഹോർമോൺ ഗ്രോത്ത് ഹോർമോൺ റിലീസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. CJC1295 നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇപ്പാമൊറാലിൻ കൂടുതലായിട്ട് നാച്ചുറൽ ഗ്രോത്ത് ഹോർമോൺ പൾസിനെ സപ്പോർട്ട് ചെയ്യും. അതായത് നമ്മൾ പുറത്തുനിന്ന് ഒരു സിന്തറ്റിക് ഗ്രോത്ത് ഹോർമോൺ കൊടുക്കുന്ന ഒരു എഫക്റ്റ് അല്ല നൽകുന്നത്, ഇവിടെ നമ്മുടെ ബോഡിയോട് തന്നെ സ്വന്തം ഗ്രോത്ത് ഹോർമോൺ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇവിടെ പറയുന്നത്. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ റിക്കവറി, നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ആ ഒരു ലീൻ മസിൽ പ്രിസർവേഷൻ, ഫാറ്റ് മെറ്റബോളിസം, ഓവറോൾ റിക്കവറി, ഇതെല്ലാം നല്ല രീതിയിൽ ബെറ്റർ ആക്കും. സോ ഗ്രോത്ത് ഹോർമോൺ, IGF-1 പോലെ ഉള്ള ഹോർമോൺസിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ ഡെഫിനറ്റ്ലി സം പ്രോപ്പർ മെഡിക്കൽ സൂപ്പർവിഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഡിസ്ക്ലെയിമർ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇനി അടുത്തത് ഫാറ്റ് ലോസ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ടെസാമോർലിൻ. അത് FDA അപ്രൂവ്ഡ് ആണ്. ടെസാമോർലിൻ നമ്മുടെ ബോഡിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഫാറ്റ്, അതായത് വിസറൽ ഫാറ്റ്, നമ്മുടെ ഓർഗൻസിനെ ചുറ്റിപ്പറ്റിയിട്ടിരിക്കുന്ന ഫാറ്റിനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമതുള്ളത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഡിസ്കസ് ചെയ്യുന്നത് AOD 9604 ഫ്രാഗ് എന്ന് പറയുന്നുണ്ട്. അത് ഗ്രോത്ത് ഹോർമോണിന്റെ ഒരു ഫ്രാഗ്മെന്റ് ആണ്. പലർക്കും ഇതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഫാറ്റ് ബേൺ ചെയ്യുന്ന ഒരു പെപ്റ്റൈഡ് അല്ലത്. അങ്ങനെ ഡയറക്റ്റ് ഫാറ്റ് ബോൺ അല്ല ടെസാമോർലിൻ പോലെ. ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റിനെ റിലീസ് ചെയ്യും. അത് നമ്മുടെ ബ്ലഡിലേക്ക് വരും. ഈ ഫാറ്റിനെ ഫ്യൂവൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, ആ ഫാറ്റിനെ ബേൺ ചെയ്യുക, അല്ലെ? സോ ഫാറ്റിനെ റിലീസ് ചെയ്യുന്നതും ഫാറ്റിനെ ബേൺ ചെയ്യുന്നതും രണ്ടും രണ്ടാണ്. ഇവിടെ ഫാറ്റിനെ റിലീസ് ചെയ്യും, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് വരും, നമ്മളത് കാർഡിയോ ത്രൂ അല്ലെങ്കിൽ കാലറി ഡെഫിസിറ്റിൽ നിൽക്കുക. ഈ ഫാറ്റിനെ നമ്മുടെ ബോഡിനെ കൊണ്ട് യൂസ് ചെയ്യിക്കുക, റിലീസ് ചെയ്ത ഫാറ്റിനെ യൂസ് ചെയ്യിക്കുക. അപ്പൊ നിങ്ങൾ കാലറി ഡെഫിസിറ്റിൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഈ റിലീസ്ഡ് ആയിട്ടുള്ള ഫാറ്റ് അതേപോലെ തന്നെ റീസ്റ്റോർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാലറി ഡെഫിസിറ്റിലായിരിക്കണം, നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഫാറ്റ് റിലീസ് ചെയ്യുന്നത് എടുത്ത് യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾ ഓൾറെഡി കാലറി ഇൻടേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാലറി നിന്നാണ് നമ്മുടെ കാര്യങ്ങൾ ഫംഗ്ഷൻസിന് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് റീസ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പൊ അത് റിലീസ് ചെയ്തുകൊണ്ട് കാര്യമില്ല, റീസ്റ്റോർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾ AOD 9604 ഉപയോഗിക്കുമ്പോൾ പ്രോപ്പർ ഡയറ്റ് വേണം, കാലറി ഡെഫിസിറ്റ് വേണം, അതുപോലെ നിങ്ങൾക്ക് കാർഡിയോ ചെയ്യണം. പക്ഷെ നിങ്ങൾ GLP-1 മെഡിക്കേഷൻ ഉപയോഗിക്കുന്നതിൽ ഓൾറെഡി അപ്പറ്റൈറ്റ് കുറയും, നമ്മുടെ ഒസെമ്പിക്, മൊഞ്ചാറോ ഒക്കെ പോലെ. അപ്പൊ നമ്മൾ എന്തുപയോഗിക്കാം? AOD ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫാറ്റ് റിലീസ് ചെയ്യും. സോ അപ്പറ്റൈറ്റ് കുറഞ്ഞ് നിങ്ങളുടെ കാലറി ഇൻടേക്ക് കുറയും, ഫാറ്റ് റിലീസ് ചെയ്തു. അപ്പൊ ഈ ഫാറ്റ് നിങ്ങൾക്ക് എനർജിക്ക് വേണ്ടിയിട്ട് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പൊ അവിടെ ഒരു കോംപ്ലിമെന്ററി റോൾ ഉണ്ടാവും. ഇത് രണ്ടും നല്ലൊരു ബെറ്റർ കോമ്പിനേഷൻ ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് ഡൈഹെക്സ. അത് നമുക്ക് ബ്രെയിൻ ഹെൽത്തിനുള്ളതാണ്. സോ ഇപ്പൊ ഏറ്റവും കൂടുതൽ റിസർച്ച് നടക്കുന്നത് ഡൈഹെക്സയിലാണ്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്ക് പ്രീ മാർക്കറ്റ് അനാലിസിസ് ചെയ്യണം, പിന്നെ 9 to 3 o'clock വരെ ലൈവ് മാർക്കറ്റിൽ ഇരുന്ന് കമന്ററി ചെയ്യണം, എന്റെ ട്രേഡ്സ് അതുപോലെ എന്റെ മെന്റീസിന്റെ കൂടെ ട്രേഡ് ചെയ്യണം. സോ അതിനെല്ലാം എനിക്ക് അത്രയും കോൺസെൻട്രേഷൻ വേണം. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് സിമാക്സ്, എലാങ്, ഡൈഹെക്സ, ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ബ്രെയിൻ സെൽസ് തമ്മിലുള്ള ഒരു പുതിയ കണക്ഷൻ ഇൻഫാക്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് പറയുന്നത്. സോ ഈ പ്രോസസ്സിനെയാണ് സിനാപ്റ്റോജെനസിസ് എന്ന് പറയുന്നത്. നമ്മുടെ ലേണിംഗ്, നമ്മുടെ മെമ്മറി, നമ്മുടെ ഫോക്കസ്, അതുപോലെ കോഗ്നേറ്റീവ് പെർഫോമൻസ്, ഇതെല്ലാം നമ്മുടെ ഈ പുതിയ ന്യൂറൽ കണക്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഇതൊരു ഏർലി സ്റ്റേജ് റിസർച്ചിലാണുള്ളത്. അപ്പൊ നമുക്ക് കൂടുതൽ സയന്റിഫിക് എവിഡൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതൊരു അഡ്വാൻസ് പെപ്റ്റൈഡ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മുടെ ബ്രെയിൻ, നമ്മുടെ കോഗ്നേറ്റീവ് ഫംഗ്ഷൻസിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് സിമാക്സ്, എലാങ്, ഡൈഹെക്സ ഞാനിപ്പോ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ ഇപ്പൊ നമ്മളൊരു 10 പെപ്റ്റൈഡ്സ് നമ്മൾ പറഞ്ഞു, അല്ലെ? ഇതെല്ലാം കൂടി നോക്കിയാലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും ഒരേ പെപ്റ്റൈഡ് അല്ല വേണ്ടത്. ഓരോ പ്രോബ്ലംസിനും ഓരോ പെപ്റ്റൈഡ് ആണ്. മെറ്റബോളിക് പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഒരു പെപ്റ്റൈഡ് ആണ്, ഫാറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ വേറൊരു പെപ്റ്റൈഡ് ആണ്, സ്കിൻ ഹെൽത്ത് ആണെങ്കിൽ വേറെ പെപ്റ്റൈഡ് ആണ്, ഗ്രോത്ത് ഹോർമോൺ ആണെങ്കിൽ വേറെ പെപ്റ്റൈഡ് ആണ്, സ്ലീപ്പിനാണെങ്കിൽ വേറെ പെപ്റ്റൈഡ് ആണ്, സെക്സിനാണെങ്കിൽ വേറെ പെപ്റ്റൈഡ് ആണ്, കോഗ്നേറ്റീവ് ഫംഗ്ഷൻസിനാണെങ്കിൽ വേറെ പെപ്റ്റൈഡ് ആണ്, ഗട്ട് ഹെൽത്തിനാണെങ്കിൽ വേറെ പെപ്റ്റൈഡ് ആണ്. സോ ഓരോ പെപ്റ്റൈഡിനും ഓരോ ലക്ഷ്യമുണ്ട്, ഓരോ പെപ്റ്റൈഡിനും ഒരു റിസെപ്റ്റർ ഉണ്ട്, ഒരു ലോക്ക് ഉണ്ട്, അല്ലെ? അപ്പൊ ആ ഒരു പെപ്റ്റൈഡ് ഒരു കീ ആണെന്നുണ്ടെങ്കിൽ ആ ലോക്ക് പോയി അൺലോക്ക് ചെയ്ത് ഒരു സിഗ്നൽ ട്രിഗർ ചെയ്ത് നമ്മുടെ ബോഡിനോട് പറയും ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഫംഗ്ഷൻ.
ഒന്ന് ചിലപ്പോൾ ഉറക്കം മെച്ചപ്പെടുത്തും, രണ്ട് മൈറ്റോകോൺഡ്രിയ റിപ്പയർ ചെയ്യും, അല്ലെങ്കിൽ മെറ്റബോളിസം ഇംപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ടിഷ്യൂ ഹീലിംഗ് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഗട്ട് ഇൻഫ്ലമേഷൻ കുറക്കും, അല്ലെങ്കിൽ സ്കിൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യും, അല്ലെങ്കിൽ ഗ്രോത്ത് ഹോർമോണിനെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഫാറ്റ് മെറ്റബോളിസത്തിന് ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ ബ്രെയിൻ ഫംഗ്ഷനെ ടാർഗറ്റ് ചെയ്യും. സോ അതിനാൽ നിങ്ങൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പെപ്റ്റൈഡ് തിരഞ്ഞെടുക്കുക എന്നുള്ളതല്ല, നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നോക്കിയിട്ട് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള പെപ്റ്റൈഡ് തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ചില ആൾക്കാർ വണ്ണം വെച്ചിരിക്കുന്നത് അത് മെറ്റബോളിക് പ്രഷർ മാത്രമാണെന്നില്ല, ചിലപ്പോൾ ഇൻഫ്ലമേഷൻ ആയിരിക്കും. വിദ്യാപാലൻ ഒരിക്കൽ പറഞ്ഞില്ലേ. സോ ആ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്താൽ ഒരു പക്ഷേ അത് മാറുമായിരിക്കും. വെറുതെ അൺനെസസറി പോയി GLP-1 ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. KPV-യിൽ ചിലപ്പോൾ തീരുന്ന പ്രശ്നം ഉണ്ടായിരിക്കുള്ളൂ നിങ്ങളുടെ ഒരു തടി, അല്ലെ? സോ ലാസ്റ്റ് ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയാം, ഞാൻ ആദ്യം പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. പെപ്റ്റൈഡ് ആരോഗ്യമുള്ള ഒരു ഫൗണ്ടേഷന് ആംപ്ലിഫൈ ചെയ്യുന്നു. ഓൾറെഡി നല്ല ഹെൽത്തി ആയിരിക്കണം, അല്ലാതെ ആരോഗ്യത്തിന് അല്ലെങ്കിൽ ആ ഫൗണ്ടേഷന് പകരമാവുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് നല്ല സ്ലീപ്പ് വേണം, അതിന് നമുക്ക് പെപ്റ്റൈഡ് ഉണ്ട്. നല്ല ഭക്ഷണം വേണം, അതിന് നമുക്ക് മെറ്റബോളിക് ഫംഗ്ഷൻസ് കറക്റ്റ് ആക്കാൻ പറ്റും. നല്ല എക്സസൈസ് വേണം, അതിന് നിങ്ങൾക്ക് എനർജി വേണം. സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ടാവണം, അതിന് നമുക്ക് പെപ്റ്റൈഡ് ഉണ്ട്. ഡൈഹെക്സാസെലാക്, സിമാക്സ് ഒക്കെ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ വേണം. സോ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തിന്റെ ഒരു ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കുമ്പോൾ നമ്മുടെ പെപ്റ്റൈഡ്സ് നമ്മുടെ റിക്കവറിന്, നമ്മുടെ പെർഫോമൻസിന്, നമ്മുടെ മെറ്റബോളിസത്തിന്, അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ ഹെൽത്തിനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ട്രോങ് ടൂൾ ആയിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ട്രെൻഡ് കണ്ടിട്ട് പെപ്റ്റൈഡ് എടുക്കാതിരിക്കുക. ഓരോ പെപ്റ്റൈഡ് എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി ഏതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ബോഡിക്ക് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് അത് സെലക്ട് ചെയ്ത് അത് യൂസ് ചെയ്യുക. അതിന് എക്സ്പേർട്ട് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ അടുത്ത് കോൺടാക്ട് ചെയ്യാം. 1-to-1 സെഷൻ ആണെന്നെങ്കിലും, നിങ്ങളുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ പ്രോട്ടോകോൾ ഡിസൈൻ ചെയ്യാനാണെന്നുണ്ടെങ്കിലും നമുക്ക് 1-to-1 സെഷനിൽ ഡിസ്കസ് ചെയ്യാം. സോ സീ യു.